ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഗെയിം ചേഞ്ചർ എന്ന സിനിമയാണ് കണ്ടത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശങ്കർ 2024 ഇറക്കിയ മലങ്കൾട്ട് ബോംബിൻ്റെ ഒരു ക്ഷീണം മാറ്റും എന്ന് കരുതിയ ഒരു പടമാണ്. പക്ഷേ ഇതിൻ്റെ ടീസർ അല്ലെങ്കിൽ ട്രെയിലറൊക്കെ വന്ന സമയത്ത് ഏകദേശം കുറേ കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ 2 നമുക്ക് തന്നൊരു പ്രതീക്ഷയും ഇന്ത്യൻ 2 ഏത് തരത്തിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളതും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിനപ്പുറത്തോട്ട് കാര്യങ്ങൾ പോയി. പക്ഷേ ഗെയിം ചേഞ്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്ഥിരം ശങ്കർ മൂവി കാണാൻ പറ്റും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ വീണ്ടും ഉദിച്ചു. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഗെയിം ചേഞ്ചർ ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്തോ കാർത്തിക് സുബ്രാജാണ് പറഞ്ഞതെന്നോ അങ്ങനെ എന്തൊക്കെയോ കേട്ടിരുന്നു. എനിവേ സ്ക്രീൻ പ്ലേ ശങ്കറാണ്. അതുപോലെ തന്നെ ഡയറക്ഷൻ ശങ്കറിൻ്റെ 2025 പടം. അങ്ങനെ രാംചരൻ്റെ ഗെയിം ചേഞ്ചർ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ പൊളിറ്റിക്കൽ സറ്റയറിൽ ചെയ്തിരിക്കുന്നൊരു പടം. അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു ത്രൂ ഔട്ടായിട്ടുള്ള ഒരു ആക്ഷൻ മാസ് ഹീറോ എന്നൊക്കെ പറയുന്ന ഒരു എലമെൻസിന് വളരെ കുറച്ച് ഏരിയയിൽ മാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ത്രൂ ഔട്ട് കറപ്ഷൻ ആ സംഭവങ്ങളെക്കുറിച്ചിട്ട് ശങ്കർ ഏതൊക്കെ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം അതുപോലെ തന്നെ വീണ്ടും ആ ഒരു കറപ്ഷനെക്കുറിച്ച് തന്നെയാണ് ഈ സിനിമയിലും സംസാരിക്കുന്നത്. അതായത് നാട്, മക്കളുടെ ദാരിദ്ര്യം, കഷ്ടകാലം, അതിനിടയിൽ പൊളിറ്റിക്സ് കാണിക്കുന്നവർ ചെയ്യുന്ന ക്രൂരതകൾ, കുറ്റങ്ങൾ, മോശങ്ങൾ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ CM ഒരു ചിന്ത മാറി വരികയാണ്. അങ്ങനെ ആ ചിന്ത മാറുന്നിടത്ത് പടം മൊത്തത്തിൽ മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് രാംചരൻ്റെ എൻട്രി. രാംചരൺ ആരാണ്, എന്താണ്, ഏതാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. രാംചരൻ്റെ ഫ്ലാഷ് ബാക്ക്, ലൈഫ് സ്റ്റൈല് മൊത്തം കാണിച്ചിട്ട് ഒരു IAS ഓഫീസറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ മലങ്കൾട്ട് സാധനങ്ങൾ വാരി വിതറിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരി വിതറിയിട്ടുണ്ട്. തുടക്കത്തെ ഇൻട്രോ ഫൈറ്റ് തന്നെ കുറേ സാധനങ്ങളുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും ഈ ഫൈറ്റിനധികം പ്രാധാന്യം കൊടുക്കാതെ നിയമങ്ങളും നിയമവശങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള കളികൾ വന്നപ്പോഴത്തേക്ക് വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, മാറി വരുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് SJ സൂര്യ, ജയറാം പോലുള്ളവരുടെയൊക്കെ എൻട്രി വരുന്നത്. SJ സൂര്യ പതിവ് പോലെ തന്നെ എക്സെൻട്രിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അയാൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചിരിപ്പിക്കാനുള്ള കുറേ ഏരിയാസ് ചിരിപ്പിച്ചു. പിന്നെ ജയറാം മേട്ടൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 36ാമത്തെ തിരിച്ചു വരവും തിരിച്ചു പോക്കും ഒക്കെ ഈ സിനിമയിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ സൈഡ് റോള് ചെയ്ത് ചുമ്മാ വെറുതെ ഒരു കാര്യമില്ലാത്ത റോളുകൾ ഏറ്റെടുത്ത് ഫണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളായിട്ട് നിന്ന് ഒരു കോമാളി കഥാപാത്രം കാണിക്കുന്ന പോലെയുള്ള കുറേ പരിപാടികൾ. ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ക്യാരക്ടർ ചുമ്മാ വെറുതെ കിടന്ന് എന്തെങ്കിലും കാണിക്കുക, കോമാളിത്തരം കാണിക്കുക. അതൊക്കെ ആ മണിരത്നത്തിനെ കണ്ടുപിടിക്കണം. ആ പൊന്നിയിൻ സെൽവനിൽ എന്ത് നല്ല ക്യാരക്ടറാണ് കൊടുത്തത്. അതുപോലത്തെ നല്ല ക്യാരക്ടറുകൾ തിരഞ്ഞെടുക്കാതെ ശങ്കർ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കയറി ചെന്നിട്ട് ചുമ്മാ കുറേ ഇവിടെ കണ്ട നമ്മളെ കുറേ കോമഡികൾ തന്നെ വീണ്ടും അയാൾ അതുപോലെ തന്നെ ഒരു സൈഡ് ക്യാരക്ടറായിട്ട് നശിച്ചു പോയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു. കാരണം പുള്ളിക്ക് ഒന്നും ഇല്ല ചെയ്യാൻ. പുള്ളി ത്രൂ ഔട്ട് ഇതേപോലെ തന്നെ ചുമ്മാ ആരുടെയെങ്കിലും വായിരിക്കുന്ന കേൾക്കുക, അതിന് കൗണ്ടർ ഇടുക. കൗണ്ടർ ഇട്ടാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഫണ്ണായിട്ടുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചുമ്മാ ഒരു കോമാളി ക്യാരക്ടർ. പിന്നെ നായിക, അപ്പോൾ അതുപോലെ തന്നെ നായികമാർക്ക് എന്താണ് ചെയ്യാനുള്ളത് അത് തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. വരിക, ഡാൻസുകളിൽ പങ്കെടുക്കുക, പിന്നെ ഇടയ്ക്കൊന്ന് കരഞ്ഞ് കാണിക്കുക, പോവുക. ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതൽ പ്രത്യേകിച്ച് നായികമാർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അഞ്ജലിയുടെ ക്യാരക്ടർ, പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു വളരെ നാളുകൾക്ക് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗ്രിപ്പുള്ള ഒരു ക്യാരക്ടർ കിട്ടി. അത് നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമനാണ് മ്യൂസിക്. അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ സിനിമയിൽ വർക്കായിട്ടുണ്ട്. ആ BGM എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ടുകളൊക്കെ നല്ല നൈസായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ശങ്കറിൻ്റെ മേക്കിംഗ് അറിയാമല്ലോ, പാട്ടുകൾക്ക് വേണ്ടിയിട്ട് തന്നെ എത്രയോ ഓടി പൊടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ കാണാനുണ്ട്. പക്ഷേ ആ പൊടിച്ച സമയത്ത് ഈ തിരക്കഥ എഴുതുന്ന കാര്യത്തിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പടത്തിൻ്റെ ഗതിയെ മാറിപ്പോയാൽ. പിന്നെ പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാംചരൺ പുള്ളിക്കാരൻ കുഴപ്പമില്ലാതെ ചെയ്തു എന്നുള്ളതിനപ്പുറത്തോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു എക്സ്പ്രഷനൊക്കെ വല്ലപ്പോഴും ഒക്കെ മുഖത്ത് വാടേ എന്തെങ്കിലുമൊക്കെ ഒന്ന് അല്ല ഇത് ചുമ്മാ അങ്ങനെയാണ് ഇങ്ങനെയാണ് മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ കാണിച്ച് നടത്തുകയും സ്ലോ മോഷനും അല്ലാണ്ട് വേറെന്തെങ്കിലുമൊക്കെ ഒന്ന് അവസാനം ആ അഞ്ജലിയുടെ ക്യാരക്ടറിന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴെങ്കിലും നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പ്രതീക്ഷിച്ചു. ഇതുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു രണ്ടാമതൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ക്യാരക്ടർ
വരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മെനക്കെട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് ഒരു വ്യക്തതയില്ല. കാരണം നമുക്ക് കാണുമ്പോഴത്തേക്ക് ഇത് ഓക്കെ കുഴപ്പമില്ല എന്ന് തോന്നിപ്പിക്കുന്നൊരു ഫീൽ. സമുദ്രകരി കുഴപ്പമില്ലാത്തൊരു റോൾ ഇത്തവണ സാധിച്ചില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ പ്രത്യേകത. പിന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ആക്ടേഴ്സ്, സുനിൽ കുഴപ്പമില്ല, പുള്ളിക്കാരന് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ അത് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ തമാശകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒന്നും ഒരു കുറവും വരുത്താത്ത ഒരു ശങ്കർ സ്റ്റൈൽ. ടോട്ടലി ശിവാജി, മുതൽവൻ പോലുള്ള സിനിമകൾ വീണ്ടും ശങ്കർ എന്നെ കട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഇട്ട് രാം ചരണിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മളെ കാണിപ്പിച്ച ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഗംഭീര മലങ്കൾട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിനകത്ത് ഗെയിം ചേഞ്ചർ എന്നുള്ള പേര് മാത്രമാണ് പുതിയതായിട്ട് തോന്നിയത്. ബാക്കി എല്ലാ കാര്യങ്ങളും പഴയത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശങ്കറിൻ്റെ മുതൽവനൊക്കെ അതുപോലെ എടുത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് വലിച്ചു നീട്ടി വേറൊരു തരത്തിലേക്ക് പ്രസൻറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റിയത്. ശിവാജിയുടെ ക്ലൈമാക്സും കാര്യങ്ങളും അതും ഇതുമൊക്കെ ചേർത്ത് ഒരു ഗംഭീര മലങ്കൾട്ട് ബോംബ് ശങ്കർ ഇങ്ങനെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. കാരണം ഇതിനകത്ത് അടി പരിപാടികൾ കുറവായതുകൊണ്ട് സൗണ്ടുകൾ വളരെ കുറച്ചേ വരുള്ളൂ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾ വളരെയധികം ഉറങ്ങാനുള്ള സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കിത്തരും. പിന്നെ ആകെ ഒരു അലർച്ചയെന്ന് പറയുന്നത് മൊത്തം SJ സൂര്യ പുള്ളിക്കാരൻ്റെ ഒരു ബഹളവും കാര്യങ്ങളും ഒക്കെ മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രമാണ് തിരി ഒന്ന് വർക്കായത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ടോട്ടലി ത്രൂ ഔട്ട് ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഗംഭീരമാണ്. അത് പിന്നെ ശങ്കറിൻ്റെ പടങ്ങളിൽ അധികം നമ്മൾ പറയേണ്ട കാര്യമില്ല. എനിക്കൊന്ന് ഇന്ത്യൻ 2-ൽ കാണിച്ചിരിക്കുന്ന കുറേ കോമാളിത്തരങ്ങളെക്കാളും ഗംഭീരമായിട്ട് കുറേ വിഷ്വൽസും പാട്ടുകളും ഒക്കെ നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2025 തിയേറ്ററിൽ വെറും ബോംബല്ല, മലങ്കൾട്ട് ബോംബ് പൊട്ടിച്ചുകൊണ്ട് ശങ്കറിൻ്റെ തുടക്കം വന്നിട്ടുണ്ട്. പുള്ളിക്ക് നല്ല തിരക്കഥ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ പുള്ളി മേക്കിങ്ങിൽ മാത്രം ഇങ്ങനെ കാര്യങ്ങൾക്ക് ഒരു പ്രസക്തി കൊടുത്തും കൊണ്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ കരിയറിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും. രാം ചരണൊക്കെ വെറുതെ ചുമ്മാ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനല്ലാതെ ഒരു പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നു പഴയ പടങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തോട്ട് വേറെ പ്രത്യേകിച്ച് ഒരു ഫീലും തരാത്ത ക്യാരക്ടേഴ്സും ഒരു കണക്ഷനും തോന്നാത്ത കുറേ സംഭവങ്ങളും അതുപോലെ തന്നെ ഒന്നും അങ്ങോട്ട് സൂഹിക്കാത്തൊരു പടവും. എനിവേ, ഗെയിം ചേഞ്ചർ അത്ര കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തിപരം. ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസ് റിവ്യൂസ് റോസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.